ശാന്തി, അവളിപ്പോ കുഞ്ഞാലിക്ക് വിളിക്കണ്ട. വരൂ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ശാന്തി, കുഞ്ഞാലിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. 1000 മൂർഖൻ പാമ്പുകൾ ഒരുമിച്ച് കുത്തുന്നത് പോലെ എന്റെ മനസ്സ് വേദനിക്കുന്നു. മധുവേട്ടൻ അറിയും മുമ്പ് നശിച്ച ലോകത്ത് നിന്ന് എനിക്ക് രക്ഷപ്പെടണം. എന്റെ പൊന്നുമകളെ കരയാ. ഈ കുഞ്ഞാലിക്ക ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിപ്പിക്കും. കരയാ. മധു, നീ ഇപ്പൊ എന്നെ തടയരുത്. നാളെ സൂര്യൻ ഉദിക്കുമെങ്കിൽ ഞാൻ നിനക്ക് കീഴടങ്ങാം. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ മകളെ നിങ്ങൾ ഇവിടെ ഇറക്കിക്കൊണ്ടുപോയി. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ തളർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണല്ലേ? അല്ല മുതലാളി, ഞാൻ പറഞ്ഞ സത്യമാണ്. ശാന്തി ഗർഭിണിയാണ്. പെങ്ങളാണെന്നും പറഞ്ഞ് അവിടെ കയറി ഇറങ്ങുമ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മുതലാളി, അല്പം കുനിഞ്ഞു എന്ന് കരുതി തലയിൽ ചവിട്ടി മതിക്കരുത്. ഇറങ്ങണ വിളയിൽ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം. എന്റെ പെങ്ങളെ കൈവിടരുത്. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ ഷാജിയെ കൊണ്ടേ പോകും. എനിക്ക് അവനെ ഒന്ന് കാണണം. കണ്ടിട്ട് ഈ കൈകൾ കൂപ്പി ഞാൻ അവനോട് കെഞ്ചും, എന്റെ പെങ്ങളെ കല്യാണം കഴിക്കും. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് ഞാൻ അവനെ കൊല്ലും. അവിടെ കണ്ട തെണ്ടുകൾക്ക് കയറി ഇറങ്ങാൻ ഇതെന്താ സത്യമാണോടാ? കുഞ്ഞാലിക്ക, ആ കുഞ്ഞാലി തന്നെ. ഇന്നുവരെ ഞാൻ ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല. ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നാലും എന്റെ പെങ്ങളെ കൈവിടരുത്.
അച്ഛനോട് എന്ത് പറയുമെന്നാവും അല്ലേ? ചങ്കെടുത്ത് കാണിച്ചാൽ ചകിരിനാരാണെന്ന് പറയുന്ന ആ മനുഷ്യനോട് ഒന്നും പറഞ്ഞിട്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ കൂടെ കൈവിട്ടാൽ പിന്നെ അവൾക്ക് അഭയം മരണം മാത്രമാണ് ഷാജി. കുഞ്ഞാലിക്ക് എന്നെ അറിയില്ല. അച്ഛന്റെ പണത്തിന്റെ തണലിൽ ജീവിതം ആർഭാടം മാത്രമാണെന്ന് കരുതി എനിക്ക് ശാന്തിയെ ചതിക്കണമെന്ന മോഹവുമില്ല. പക്ഷേ ഒറ്റയ്ക്കൊരു പെൺകുട്ടിയെ പുലർത്താൻ നിന്റെ അനിയത്തെ കാണിച്ച ധൈര്യം പോലും നിനക്കില്ലേ ഷാജി? അവൾക്കാണ് എന്റെ ശാന്തി മോളുടെ ഗതി വന്നിരുന്നെങ്കിൽ നീ അത് സഹിക്കുമോടാ? എന്റെ വിഷമം കുഞ്ഞാലിക്ക് അറിയില്ല. നിന്റെ അച്ഛനെ നഷ്ടപ്പെടാനുള്ളത് ഞങ്ങളുടെ വേർപ്പുകൊണ്ടുണ്ടാക്കിയ പണം കെട്ടിപ്പെടുത്ത ദുരഭിമാനമാണ്. എന്റെ അനുജത്തിക്ക് നഷ്ടപ്പെടാനുള്ളത് ഇത്രകാലം അവൾ സ്വപ്നങ്ങൾ കോർത്തുണ്ടാക്കിയ അവളുടെ ജീവിതമാണ്. ഇതിലേതാണ് വലുതെന്ന് തീരുമാനിക്കാൻ നിനക്ക് ഞാൻ 24 മണിക്കൂർ സമയം തരുന്നു. അത് കഴിഞ്ഞാൽ കുഞ്ഞാലി ഭ്രാന്തനാവും. ഞാൻ പോകുന്നു. കുഞ്ഞാലിക്ക് നിൽക്കൂ. എനിക്ക് എന്റെ ശാന്തിയെ വേണം. ഞാൻ ഈ കേട്ടതെല്ലാം സത്യമാണോ? സത്യമാണോ എന്ന് എന്നോട് ക്ഷമിക്കൂ ഡാഡി. ഞാൻ അതിനർത്ഥം നിങ്ങളെല്ലാം തീരുമാനിച്ചുവല്ലോ. ആ ഒരു മകളുള്ളത് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. നീയെങ്കിലും അഭിമാനത്തോടെ സന്തോഷമായി ജീവിക്കുമെന്ന് കരുതി. ഞങ്ങൾ ജീവിക്കും ഡാഡി. അവളുമൊത്ത് സുഖമായി ഞാൻ ജീവിക്കും. ഡാഡി ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ശരി, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്തിത്തരാം. ഡാഡി ഞാൻ മറ്റേ ഇനി വേണമെങ്കിൽ നിനക്കെന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കരുത്. എന്താണെന്ന് പറയൂ. ശാന്തിമോളുടെ വിവാഹത്തെക്കുറിച്ചാണ്. നാളെ തന്നെ അവളുടെ വിവാഹം നടത്തണം. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തല്ല, കാര്യമാണ് പറയുന്നത്. അത് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും നീ കാണിക്കണം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശാന്തിമോൾ ഗർഭിണിയാണ്. കുഞ്ഞാലി, ബഹളം വയ്ക്കരുത്. ഞാൻ പറയുന്നത് ശബ്ദമുണ്ടാക്കി ആളെ കൂട്ടരുത്. നടന്നത് നടന്നു. അതിന് കാരണക്കാരൻ അയാൾ തന്നെ അവളെ വിവാഹം കഴിക്കാനും തയ്യാറാണ്. അത് വേഗം നടത്തിവെച്ച് നമ്മുടെ മാനം രക്ഷിക്കുന്നതാണ് ബുദ്ധി. പറയൂ. ഷാജി. എന്നോട് ക്ഷമിക്കണം. ചെയ്ത തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശാന്തി ഞാൻ വിവാഹം ചെയ്യാം. ഇനിയൊന്നും ആലോചിക്കാനില്ല. നാളെ രാവിലെ തന്നെ വിവാഹം നടക്കട്ടെ. വലിയ ആർഭാടം ഒന്നും വേണ്ട. ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് കഴുത്തിലൊരു മിന്നു കെട്ടണം. അത്ര തന്നെ. നീ എന്താ ഒന്നും പറയാത്ത? എന്നോട് ക്ഷമിക്കും മധുവേട്ട. മോളെ, എന്താണ് ഇവിടുന്ന് വല്ല അടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണോ? നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. കുഞ്ഞാലിക്ക അമ്പലത്തിൽ വരുന്ന വഴിക്ക് ശാന്തി ആരും പിടിച്ചോണ്ട് പോയി. ഇതാ ശേഖരൻ മുതലാളിയുടെ പണിയാണ് കല്യാണം മുടക്കാൻ. നീ വാ.
എന്തു പറ്റി? ശാന്തി ആരോ പിടിച്ചോണ്ട് പോയി. ആര്? എങ്ങോട്ട്? ആരാന്നറിയില്ല. നിങ്ങളോട് നിൽക്കി, ഞാനിപ്പോ വരാം. വിടൂ. വിടാൻ. രാജുവിനെ കെട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നടക്കണം ഇങ്ങോട്ട്. നിന്നെ കൊണ്ടുപോകുന്ന കല്യാണപ്പന്തലിലേക്കല്ല, ശവപ്പറമ്പിലേക്കാണ്. നിൽക്കണം അവിടെ. കുഞ്ഞാലിക്ക, ഏതായാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ പെങ്ങളുടെ അവസാനം കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. എന്റെ ദേഹത്തൊരു ചോരയെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ മകനെ കൊണ്ടുവന്ന് എന്റെ പെങ്ങളെ കെട്ടിക്കോളാം. പട്ടി കുരയ്ക്കാടാ. കുടിച്ചിപ്പട്ടികളുടെ കുറെ കെട്ടാൻ ഞെട്ടുന്നവരുടെ ശേഖരം മുതലാളി. എനിക്കെതിരെ ഒരു കുമിള് പോലും മുളയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല.
കുഞ്ഞാലി വേഗം ആശുപത്രിയിൽ കൊണ്ടുപോവാ. വേണ്ട, ഞാൻ രക്ഷപ്പെടില്ല. ഇല്ല, എന്റെ കുഞ്ഞാലിക്കേക്ക് ഒന്നും സംഭവിക്കില്ല. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പെങ്ങളുടെ കഴുത്തിൽ ഒരു മീൻ കിട്ടുന്നത് കാണണം. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. കുഞ്ഞാലി, ഞാൻ ജീവിച്ചിരുന്നാൽ നിന്റെ ആശ നിറവേറ്റപ്പെടാ. എന്ത് പറ്റി കുഞ്ഞാലിക്കയ്ക്ക് എന്ത് പറ്റി? കുഞ്ഞാലിക്ക കുഞ്ഞാലിക്ക എന്റെ പെങ്ങളെ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വരെ വന്നത്. കുഞ്ഞാലിക്ക വിഷമിക്കുന്നു. ഒരിക്കലും നീ കൈവിടരുത്. ശാന്തിയെ ഞാൻ നോക്കിക്കോളാം. കുഞ്ഞാലി, എന്റെ കുഞ്ഞാലിക്ക